ഞാൻ ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. 10 മണിക്കാണ് നമുക്ക് പോകേണ്ടത്. ഹോസ്പിറ്റലിൽ എത്തണ വരെ ഞാൻ ഇങ്ങനെ ടോയ്ലറ്റിൽ പോവാതെ പിടിച്ചു നിൽക്കുക. തൽക്കാലം വയറിളക്കൊന്ന് ക്ഷമിക്കാൻ ഞാനൊരു മരുന്ന് തരാം. അതെന്ത് മരുന്നാ അമ്മ? അതൊരു ആയുർവേദ മരുന്നാണ്. ഞങ്ങൾക്കൊക്കെ ചെറുപ്പത്തിൽ അസുഖം വരുമ്പോ ഞങ്ങളുടെ അമ്മ തന്നിരുന്നതാണ്. തൽക്കാലം നീ അത് കഴിച്ചോ. പിന്നെ ഡോക്ടറിനെ കണ്ടതിന് ശേഷം ഡോക്ടർ വേറെ മരുന്ന് തരും. ശരി അമ്മ, വേഗം മരുന്ന് എടുത്ത് വെക്ക്. എന്താ മാഡം? പീഡിയാട്രീഷ്യൻ ഒരു ടോക്കൺ വേണം. ബുക്ക് ചെയ്തതാണോ? അതെ. എത്രയാ ടോക്കൺ? 25. ശരി, നിങ്ങൾ വെയിറ്റ് ചെയ്തോ. ഇപ്പൊ ടോക്കൺ നമ്പർ 10 ആയിട്ടുള്ളൂ. ആ, ഓക്കെ. അമ്മേ, ഡോക്ടറിനെ കാണാൻ ഇനിയും കുറേ നേരം കാത്തിരിക്കണോ? കുറച്ചു നേരം കൂടി ഇരിക്കണം മോനെ. ഇന്ന് ഡോക്ടർക്ക് നല്ല തിരക്കുള്ള ദിവസമാണ്. പോരാത്തതിന് ഇപ്പൊ പനിയുടെ ഒക്കെ സീസൺ അല്ലേ. എന്നാൽ ഇവിടെ ഇരുന്നിട്ട് ബോറടിക്കുന്നുണ്ട്. പക്ഷെ വേറെ വഴിയില്ലല്ലോ. അസുഖം മാറണ്ടേ. ഞാൻ കുറച്ചു നേരം പുറത്തൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. അയ്യോ, അത് വേണ്ട. അതെന്താ? ഇപ്പൊ പിള്ളേരപ്പുറത്തക്കാരുടെ സീസൺ ആണ്. അതുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത് സേഫ് അല്ല. എന്നാ എനിക്ക് കുറച്ച് മിഠായി മേടിച്ചു തരുമോ? ഈ വയറിളക്കമുള്ള സമയത്ത് പുറത്തതൊന്നും കഴിക്കാൻ പാടില്ല. അതെന്താ? അതൊക്കെ കഴിച്ച വയറിളക്കം ഒന്നും കൂടെ കൂടും. അയ്യോ, എന്നാ വേണ്ട. വയറിളക്കം ഇപ്പൊ തന്നെ ആവശ്യത്തിനുണ്ട്. മിഠായിക്ക് നമുക്ക് അസുഖം മാറിയിട്ട് വാങ്ങാം. അയ്യോ, നമ്മുടെ ടോക്കൺ ആയി തോന്നുന്നു. വേഗം വാ. എന്താ മോനെ അസുഖം? അവന് രാവിലെ തുടങ്ങിയ വയറിളക്കാണ്. ശരി, ഞാനൊന്ന് പരിശോധിക്കട്ടെ. മോനെ പനിയോ തലവേദനയോ ഉണ്ടോ? ഇല്ല ഡോക്ടർ. ഛർദിക്കാൻ വരുന്നുണ്ടോ? അതുമില്ല ഡോക്ടർ. വെറും വയറിളക്കം മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ക്ഷീണമുണ്ട്. പ്രഷർ നന്നായി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ക്ഷീണം. മരുന്നോളി ഞാൻ കുറിച്ചു തരാം. പക്ഷെ ക്ഷീണം മാറണമെങ്കിൽ കുറച്ചു നേരം ഡ്രിപ്പിട്ട് കിടക്കണം. അയ്യോ, അത് വേണ്ട ഡോക്ടർ. അതെന്താ മോനെ? ഒരു ചെറിയ ഉറുമ്പ് കടിക്കണ വേദന ഉള്ളു ഉണ്ടാവുക. പക്ഷെ അതോടെ ക്ഷീണം മാറും. ഇന്നാലും വേണ്ട ഡോക്ടർ. അങ്ങനെ പറയല്ലേ മോനെ, നമുക്ക് ഡ്രിപ്പ് ഇടാ, അതാ നല്ലത്. അതേ മോനെ, അതോടുകൂടി മോൻ പഴയതുപോലെ ഉഷാറാവും. ശരി, നമുക്കിന്ന് അപ്പുറത്തെ റൂമിക്ക് പോവാം. ഇപ്പൊ വേദനിച്ചോ മോനെ? ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഉറുമ്പ് കടിക്കണ വേദന ഉള്ളു ഉണ്ടാവുക. ഇനി ബോട്ടിൽ തീരുന്നത് വരെ മോൻ കൈ അനക്കാതെ വെക്കണം. അയ്യോ, കുറേ സമയം എടുക്കുവോ? ഏയ് ഇല്ല. മോൻ കുറച്ചു നേരം അമ്മയോട് സംസാരിച്ചിരിക്കുമ്പത്തിന് അത് തീരും. ഇനി കുറച്ച് ദിവസത്തിന് പുറത്തുനിന്നുള്ള ഒരു ഫുഡും കഴിക്കരുത്. അതെന്താ? പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് പോയ്സൺ വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തൽക്കാലം നീ കുറച്ച് ദിവസത്തിന് പുറത്തത്തെ ഫുഡൊന്നും കഴിക്കാതെ പിടിച്ചു നിൽക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആവാലോ. ശരി ഡോക്ടർ. 5 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി വന്ന് കാണിക്കണം. ശരി.